ഗുജറാത്തിനെതിരായ മത്സരത്തിൽ പൂജ്യനായി പുറത്തായതോടെ ഡെക്ക് റെക്കോർഡിൽ രോഹിത് ശർമ്മയേക്കാൾ മുൻപിലെത്തി പഞ്ചാബ് താരം ഗ്ലെൻ മാക്സ്വെൽ. മത്സരത്തിൽ പൂജ്യനായി മടങ്ങിയതോടെയാണ് ഈ നാണക്കേടിന്റെ റെക്കോർഡ് മാക്സ്വെല്ലിന് ലഭിച്ചത്. ഇതുവരെ IPLന്റെ ചരിത്രത്തിൽ 19 തവണയാണ് മാക്സ്വെൽ പൂജ്യനായി പുറത്തായിട്ടുള്ളത്. 18 തവണ IPL ക്രിക്കറ്റിൽ പൂജ്യരായി മടങ്ങിയിട്ടുള്ള രോഹിത് ശർമ്മയും ദിനേശ് കാർത്തിക്കുമാണ് ഈ ലിസ്റ്റിൽ രണ്ടാം സ്ഥാനത്ത് ഇടം പിടിച്ചിരിക്കുന്നത്. ഇന്ത്യയുടെ മുൻ താരം പീയൂഷ് ചൗളയും വിൻഡീസ് സൂപ്പർ താരം സുനിൽ നരയനും IPLൽ 16 തവണ പൂജ്യരായി മടങ്ങിയ താരങ്ങളാണ്. ഇവരാണ് ലിസ്റ്റിൽ മൂന്നാം സ്ഥാനത്ത്. 15 തവണ IPLൽ പൂജ്യരായി മടങ്ങിയിട്ടുള്ള മന്ദീപ് സിംഗും റാഷിദ് ഖാനും ലിസ്റ്റിൽ 4-ാം സ്ഥാനത്ത് ഇടം പിടിച്ചിരിക്കുന്നു. 14 തവണ ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ പൂജ്യനായി മടങ്ങിയിട്ടുള്ള മനീഷ് പാണ്ഡെയും അമ്പട്ടി റായിഡുവുമാണ് ലിസ്റ്റിലെ 5-ാം സ്ഥാനക്കാർ. ഗുജറാത്തിനെതിരായ മത്സരത്തിൽ ഒരു ഗോൾഡൻ ഡക്കായാണ് മാക്സ്വെൽ മടങ്ങിയത്. ഇതോടെ IPLൽ ഏറ്റവും അധികം തവണ ഗോൾഡൻ ഡക്കായി പുറത്താകുന്ന താരങ്ങളിൽ 3-ാം സ്ഥാനത്തെത്താനും മാക്സ്വെല്ലിന് സാധിച്ചു. ഈ ലിസ്റ്റിൽ 1-ാം സ്ഥാനത്ത് അഫ്ഗാനിസ്ഥാൻ താരം റാഷിദ് ഖാനാണ് നിൽക്കുന്നത്. ഇതുവരെ IPLൽ 12 തവണ റാഷിദ് ഗോൾഡൻ ഡക്കായി പുറത്തായിട്ടുണ്ട്. കൊൽക്കത്തയുടെ സൂപ്പർ താരം സുനിൽ നരയൻ 11 തവണയാണ് ഗോൾഡൻ ഡക്കായി പുറത്തായിട്ടുള്ളത്. ശേഷം ഇപ്പോൾ മാക്സ്വെൽ 10 തവണ ഗോൾഡൻ ഡക്കായി പുറത്തായി 3-ാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നു. നിലവിലെ ചെന്നൈ താരം രവിചന്ദ്രൻ അശ്വിൻ 8 തവണ ഗോൾഡൻ ഡക്കായി പുറത്തായിട്ടുള്ള താരമാണ്. ദിനേശ് കാർത്തിക്കും 8 തവണയാണ് ഗോൾഡൻ ഡക്കായി മടങ്ങിയിട്ടുള്ളത്. ഗുജറാത്തിനെതിരായ മത്സരത്തിൽ സായ് കിഷോർ എറിഞ്ഞ പന്തിൽ LBW ആയിരുന്നു മാക്സ്വെൽ പുറത്തായത്. നേരിട്ട ആദ്യ ബോളിൽ തന്നെ സായ് കിഷോർ മാക്സ്വെല്ലിനെ കൊടുക്കുകയായിരുന്നു. അപ്പീൽ ചെയ്ത ഉടനെ അമ്പയർ ഇത് ഔട്ട് വിധിക്കുകയുണ്ടായി. പക്ഷേ ഇത് റിവ്യൂവിന് നൽകാൻ മാക്സ്വെൽ തയ്യാറായില്ല. എതിർ ക്രീസിലുണ്ടായിരുന്ന നായകൻ ശ്രേയസ് അയ്യരുമായി സംസാരിച്ച ശേഷം മാക്സ്വെൽ മടങ്ങി. പക്ഷേ വീണ്ടും റിപ്ലൈ പരിശോധിച്ചപ്പോൾ ഇത് നോട്ട് ഔട്ടായിരുന്നു എന്ന് വ്യക്തമായി. ആ സമയത്തെ മോശം തീരുമാനത്തിന്റെ പേരിലാണ് മാക്സ്വെല്ലിന് പൂജ്യനായി മടങ്ങേണ്ടി വന്നത്. സ്പോർട്സ് വാർത്തകൾക്കും അപ്ഡേറ്റ്സിനും നമ്മുടെ മോർ സ്പോർട്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്.